ക്ഷേത്രാങ്കണത്തിലിരുന്ന് പാടുന്ന മക്കത്തെ മംഗല്യരാവ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. അയ്യപ്പ വിളക്കുകളിൽ പാടുന്ന വാവർ സ്തുതി ഗീതമാണ് ഹിന്ദു മുസ്ലിം ചരിത്രവും ഐതിഹ്യവുമൊക്കെ സമന്വയിച്ച് മതസൗഹാർദ്ദ പ്രതീകമാവുന്നത്. തൃശൂരിലെ ഹരിശ്രീ അയ്യപ്പ ഭജന സംഘമാണ് ഈ പാട്ടുകൾ അവതരിപ്പിച്ചത്. കൊടുങ്ങല്ലൂരിനടുത്തുള്ള മേനോൻ ബസാർ GUP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി അനന്ത ജ്യോതിയുടെ എല്ലാം മറന്ന് ലയിച്ചു പാടുന്ന ഗാനം കേരള ജനത ജാതി മത ഭേദമന്യേ ഏറ്റെടുത്തു. മക്കത്തെ മംഗല്യരാവ്. എൻ്റെ പേര് അനന്ത ജ്യോതി എന്നാണ്. ഞാൻ മേനോൻ ബസാർ GUP സ്കൂൾ പഠിക്കുന്നു. ഞാൻ ഹരിശ്രീ ഭജന സംഘത്തിലാണ് ഈ പാട്ട് പാടിയത്. എൻ്റെ പാട്ട് ഏറ്റെടുത്ത എല്ലാവർക്കും നന്ദി. കേവലം ഭക്തിഗാനങ്ങൾക്കപ്പുറം ഈ പാട്ടുകൾ സംസാരിക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഉറ്റ ബന്ധത്തെക്കുറിച്ചാണ്. ധർമ്മശാസ്താവായ അയ്യപ്പസ്വാമിയും അവിടുത്തെ ഉറ്റത്തോഴൻ വാവരസ്വാമിയും തമ്മിലുള്ള ബന്ധം, മുസ്ലിം ചരിത്രവും പുരാവൃത്തങ്ങളും ഈ പാട്ടുകളിൽ ലയിച്ചു ചേരുന്നുണ്ട്. വാവരുടെ ഉത്ഭവം മക്കയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് മക്കംപുരയിൽ ഇസ്മായിൽ ഗോത്രത്തിൽ വാവർ എന്ന അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം വരികളിലൂടെ അവതരിപ്പിക്കുന്നു. ഈ പാട്ടുകൾ വാവരുടെ മാതാവായ പാത്തുമ്മയുടെയും അവരുടെ മാതാവായ ഖദീജയുടെയും കഥകൾ വിശദമായി പാടുന്നു. ഖദീജയുടെ കല്യാണത്തെക്കുറിച്ചാണ് ആദ്യം പാടുന്നത്. ഇവിടെയാണ് മക്കത്തെ മംഗല്യരാവ് പാടി തുടങ്ങുന്നത്. വാവരുടെ കുടുംബ ചരിത്രം പാടുമ്പോൾ മുസ്ലിം ചരിത്രത്തിലെ പ്രധാന വ്യക്തിത്വങ്ങളും പദാവലികളും സ്വാഭാവികമായി കടന്നു വരുന്നു. പാത്തുമ്മയാണ് അമ്മ എന്ന് പറഞ്ഞു. പാത്തുമ്മ തന്നെ നബി മകളായി വന്നു. ശിവന്റെ അംശം വാവർക്കു നൽകി. ശിവനും നബിയും ഒന്നായി നിന്നു എന്നും, മക്കയിൽ വാവർ പിറന്നു, നബിയുടെ മകൾ ഫാത്തിമയാകാം, ശിവന്റെ പുത്രൻ വാവർ സ്വാമി എന്നൊക്കെ ഈ പാട്ടുകളിൽ കാണാം. വാവരുടെ ഉമ്മയായ പാത്തുമ്മയുടെ ഉമ്മയുടെ പേരും നബിയുടെ ഭാര്യയുടെ പേരും ഖദീജ എന്നായിരുന്നു. അതിനാൽ ഒരേ സമയം ആ മാതാവിനെയും പുണ്യവനിതയായ ഖദീജയെയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള വരിയാണിത്. ഈ പാട്ടുകളുടെ ബാക്കി ഭാഗങ്ങൾ മുഴുവൻ വാവരുടെ ജനനം, വളർച്ച, വീരസാഹസങ്ങൾ, ഒടുവിൽ ധർമ്മശാസ്താവിന്റെ ഉറ്റത്തോഴനായി മാറുന്ന കഥ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നു. ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട പദാവലികൾ, പ്രവാചക പ്രണയം, അറബ് പശ്ചാത്തലങ്ങൾ ഇവയെല്ലാം ഈ വാവർ പാട്ടുകളുടെയും ശാസ്താം പാട്ടുകളുടെയും ഭാഗമാണ്. കേരളീയ സാമൂഹിക ജീവിതത്തിൽ ഹിന്ദു മുസ്ലിം സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യം എത്രത്തോളം ദൃഢമാണ് എന്നതിന്റെ ഉജ്ജ്വലമായ തെളിവാണ് ഇത്തരം കാവ്യങ്ങൾ. ഈ പാട്ടുകൾ പാടുന്ന ഓരോ ഈണവും അയ്യപ്പനും വാവരും തമ്മിലുള്ള ബന്ധം പോലെ കേരളത്തിന്റെ മതമൈത്രിയുടെ ഈടുവയ്പ്പിനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.